ഹായ്, നല്ല ടേസ്റ്റിൽ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഒപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു പൊടിയുടെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ചട്നിയും അങ്ങനെയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് കൂട്ടി കഴിക്കാം. അപ്പോൾ ആദ്യം അളവ് പറയാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എല്ലാം അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് നിറയെ ഉഴുന്ന് വേണം. പിന്നെ 2 മുളകേ എടുത്തിട്ടുള്ളൂ, കാരണം നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ കറിവേപ്പില, കായം, പിന്നെ ആ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് കടലപ്പരിപ്പും അത്ര തന്നെ അരിയും എടുത്തിട്ടുണ്ട്. അരി പച്ചരി ആയാലും ഏതരി ആയാലും കുഴപ്പമില്ല, അത് കഴുകി വെള്ളം വലിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യം ഒഴിക്കുന്ന എണ്ണ മാത്രമേ ഉള്ളൂ, പിന്നെയൊക്കെ അതിലങ്ങനെ പ്രത്യേകം മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം മുളകിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ഓരോന്നായിട്ട് ഇട്ട് പ്രത്യേകം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കടലപ്പരിപ്പൊക്കെ ഇടുന്ന സമയത്ത് നല്ലോണം ബ്രൗൺ കളർ ആവാൻ ശ്രദ്ധിക്കണം, കാരണം ഇല്ലെങ്കിൽ പുറമേ മാത്രം കളർ ചേഞ്ച് ആവും, ഉള്ളിൽ മൂത്തിട്ടുണ്ടാവില്ല. അപ്പോൾ പൊടിച്ച് വെക്കുമ്പോൾ അതിങ്ങനെ കടിക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ആദ്യം മുളക് മൂപ്പിച്ചെടുത്തു, എന്നിട്ടത് തണുക്കാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി കറിവേപ്പില, പിന്നെ അതിനൊപ്പം തന്നെ കടലപ്പരിപ്പ്, കറിവേപ്പില മൂത്ത കടലപ്പരിപ്പ്, അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് മൂപ്പിച്ചെടുക്കാം. കടലപ്പരിപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എന്നാൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറമേ പെട്ടെന്ന് മൂക്കും, അകം മൂത്തിട്ടും ഉണ്ടാവില്ല. ഇനി ഞാനിങ്ങനെ വറുത്തെടുത്ത് ഓരോ ഇതും കാണിച്ചു തരാം, അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. അരിയൊക്കെ മൂപ്പിച്ചെടുക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം അതിങ്ങനെ പൊട്ടുന്ന ആ ഒരു പരുവം കുറച്ചും കൂടി പിന്നെ ബ്രൗൺ നിറം ആക്കി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എല്ലാം അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നും അതെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കുക. ഒരു സ്മെല്ല് വരും, നല്ല സ്മെല്ല് വരും ഉഴുന്നിൻ്റെ. അപ്പോൾ നമുക്ക് നിർത്താം. ഞാൻ ഈ ഉഴുന്നിൻ്റെ ഒപ്പം തന്നെ കായപ്പൊടി കൂടി ഇടുന്നുണ്ട്. കായം കഷ്ണമായിട്ടാണ് ഇടുന്നതെങ്കിൽ ആദ്യം മുളകിട്ടതിന് ശേഷം അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ പൊടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്നിട്ട് ഇളക്കിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഇതിലെ ചൂടിലൊന്നും മൂത്ത് കിട്ടും. പിന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒപ്പം കളറിന് വേണ്ടിയിട്ട്, കാരണം ഈ മുളക് ഇട്ട് കഴിഞ്ഞാൽ കളറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇടാം. ഇനി ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ചേർക്കാം, അല്ലെങ്കിൽ ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തില്ല. അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ച് തരിതരിന്നനെയായിട്ടാണ് പൊടിച്ചെടുത്തിരുന്നത്, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഞാനിവിടെ കുറച്ച് തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ഒപ്പം നമുക്ക് നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ചാലിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൊടി ദോശ പോലെ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമ്മുടെ പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.